നമസ്കാരം. ഗുരുതര രോഗങ്ങളിലേക്ക് ഉപഭോക്താക്കളെ തള്ളിവിടുന്ന ക്രീമെക്സ് എമിറേറ്റ്സിനെതിരെ വിവിധ സർക്കാർ ഏജൻസികളുടെ അന്വേഷണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. പ്രാഥമിക വിവരശേഖരണത്തിന് പിന്നാലെ അടിയന്തര നടപടികളിലേക്ക് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റും ആരോഗ്യവകുപ്പും നീങ്ങുമെന്നാണ് ലഭ്യമാവുന്ന അനൌദ്യോഗികമായിട്ടുള്ള വിവരം. കോട്ടയം ജില്ലാ കളക്ടർ നിർദ്ദേശപ്രകാരമാണ് വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾ നടപടി ദ്രുതഗതിയിലാക്കിയിരിക്കുന്നത്. ഇതിനകം തന്നെ ചങ്ങനാശ്ശേരിയിലെ കൊറിയർ സ്ഥാപനത്തിൽ നിന്ന് പുത്തൂർ കുളത്തുമാട്ടിൽ മുഹമ്മദ് ഫിയാസ് വിവിധ കസ്റ്റമേഴ്സിന് ക്രീം അയച്ചതിൻ്റെ രേഖകൾ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റും ആരോഗ്യവകുപ്പും സംയുക്തമായി ശേഖരിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ക്രീമുകൾ മാസം തോറും അയച്ചതായി രേഖകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ക്രീമെക്സ് എമിറേറ്റ്സിന്റെ മാർക്കറ്റിങ്ങിനായി വിവിധ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെയാണ് പണം നൽകി ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവരുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉൾപ്പെടെ 50-ലധികം അക്കൗണ്ടുകളിലായി ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് നന്ദു അലീന ദമ്പതികളുടെ റിവ്യൂ വീഡിയോകളാണ്. അവർ ഉപയോഗിച്ചപ്പോൾ മികച്ച റിസൾട്ടാണ് ലഭിച്ചതെന്നാണ് റിവ്യൂവിൽ നന്ദുവും അലീനയും പറയുന്നത്. അതേസമയം നന്ദുവുമായി സംസാരിച്ചപ്പോൾ ലഭിച്ച മറുപടി ഇതാണ്. നിങ്ങളുടെ പരസ്യമാണ് അവരെല്ലാ പേജുകളിലും പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആ കമ്പനിയായിട്ട് എന്താണ് ബന്ധമെന്നാണ് ഇനി ഞാൻ ചെയ്തത് ആ ഒരു പേജിന് വേണ്ടിയിട്ടല്ല. അവര് ആ വീഡിയോ എടുത്തിട്ട് ഞാൻ വീഡിയോ കളഞ്ഞിരുന്നു. അവര് ആ വീഡിയോ എടുത്തിട്ട് വേറെ പേജുകളാണ് ആ വീഡിയോ എടുത്തിട്ടിരിക്കുന്നത്. ഒറിജിനൽ പേജ് അല്ല അത്. ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കിയിട്ട് റിവ്യൂ ചെയ്തതാണോ അല്ലെങ്കിൽ പെയ്ഡ് റിവ്യൂ ആണോ? ഞാൻ ഉപയോഗിച്ചിരുന്നു. പെയ്ഡ് ആണ് പേയ്മെന്റ്. ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ അന്ന് ഉപയോഗിച്ച് നോക്കിയായിരുന്നു. ഉപയോഗിച്ചിട്ട് ചെയ്തത് പേയ്മെന്റും വാങ്ങിക്കും നമ്മള്. അപ്പൊ ഈ കമ്പനിയായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ബന്ധമൊന്നുമില്ലല്ലോ അല്ലേ? മുഹമ്മദ് ഫിയാസുമായിട്ട് ഇല്ല. ക്രീമെക്സ് എമിറേറ്റ്സ് അവകാശപ്പെടുന്നതനുസരിച്ച് ദുബായിലെ മജാസ് കോസ്മെറ്റിക്സ് ആണ് ഉൽപ്പന്നത്തിന് നിർമ്മാതാക്കൾ. അതേസമയം എമിറേറ്റ്സ് അതോറിറ്റി ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് മെട്രോളജി ലൈസൻസോ UAE ചേംബർ ഓഫ് കൊമേഴ്സ് വിവരങ്ങളോ നിർമ്മാതാക്കൾ ക്രീമിന്റെ കവറിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് വലിയ സംശയങ്ങളിലേക്കാണ് വഴിവെക്കുന്നു എന്നാണ് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. നിർമ്മാണ കമ്പനിയായ മജാസ് കോസ്മെറ്റിക്സിന്റെ വെബ്സൈറ്റ് വിവരങ്ങൾ പോലും കവറിൽ നൽകാത്തത് ഇത്തരം ഒരു കമ്പനി നിലവിൽ ഇല്ലെന്ന ഫസ്റ്റ് റിപ്പോർട്ട് ശരിവെക്കുന്നതാണ്. മാത്രമല്ല ഇമ്പോർട്ടിംഗ് എക്സ്പോർട്ടിംഗ് ലൈസൻസും കുളത്തുമട്ടിൽ ഫിയാസും സംഘത്തിനും ഇല്ലെന്നതും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഒരേ ഡേറ്റിൽ തന്നെയാണ് ക്രീം അധികവും നിർമ്മിച്ചിരിക്കുന്നത്. സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ യാതൊരുവിധ അനുമതികളോ BIS പോലുള്ള സർട്ടിഫിക്കേഷനോ ക്രീമിനില്ല. ഇതെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് ഫിയാസിന്റെ വീട്ടിലെ അടുക്കളയിൽ വെച്ച യാതൊരുവിധ ആരോഗ്യ പ്രവർത്തകരുടെയും സാന്നിധ്യമില്ലാതെ ക്രീമെക്സ് എമിറേറ്റ്സ് നിർമ്മിക്കുന്നുവെന്ന ഫസ്റ്റ് റിപ്പോർട്ടിന്റെ കണ്ടെത്തലിലേക്ക് തന്നെയാണ്. ഫസ്റ്റ് റിപ്പോർട്ട് ഒരു മാസത്തിലധികം നീണ്ട അന്വേഷണത്തിലൂടെ ലഭിച്ച ഒളി ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അന്വേഷണ സംഘങ്ങൾക്ക് ഇതിനകം തന്നെ കൈമാറിയിട്ടുണ്ട്. വിവിധ അന്വേഷണങ്ങൾ പൂർത്തിയാകുന്നതുവരെ ഈ തെളിവുകൾ പുറത്തു വിടരുതെന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച നിർദ്ദേശം. റെയ്ഡ് ഭയന്ന ഇതിനകം മുഹമ്മദ് ഫിയാസും സംഘവും വീട്ടിൽ നിന്ന് ക്രീം നിർമ്മാണ സാമഗ്രികൾ മാറ്റിയിട്ടുണ്ട്. ഒപ്പം ഓർഡർ കൂടിയതിനാൽ പുതിയ ഓർഡർ സ്വീകരിക്കുന്നില്ലെന്നാണ് ഇവരുടെ വിവിധ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ നൽകിയിട്ടുള്ള അറിയിപ്പ്. ചീറ്റിംഗ് ഉൾപ്പെടെയുള്ള IPC വകുപ്പുകൾ, ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ, GST വകുപ്പുകൾ തുടങ്ങിയ ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലാത്ത ധാരാളം വകുപ്പുകൾ കുളത്തുമാട്ടിൽ മുഹമ്മദ് ഫിയാസിനെതിരെ നിലനിൽക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. അനധികൃതമായി സമ്പാദിക്കുന്ന സ്വത്തുക്കൾ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം പിടിച്ചെടുക്കാനുള്ള നിയമസാധ്യതയുണ്ട്. ഇതനുസരിച്ച് മുഹമ്മദ് ഫിയാസ് പൊടുന്നനെ സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്ന് ആവശ്യപ്പെട്ട ഫസ്റ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. അതേസമയം മുഹമ്മദ് ഫിയാസ്, അമ്മാവൻ മുഹമ്മദ് ഫൈസൽ, മറ്റു ബന്ധുക്കളായിട്ടുള്ള മുഹമ്മദ് റഷീദ്, സമീർ ഖാൻ, സഹീർ ഖാൻ, ഇസാ ഖാൻ തുടങ്ങിയവർക്കുള്ള ലഹരി മാഫിയ സംഘങ്ങളുമായുള്ള ബന്ധവും ഇവയുടെ വിൽപ്പന സംബന്ധിച്ച വിവരങ്ങളും ഇതിനകം തന്നെ പോലീസും എക്സൈസും നിരീക്ഷിച്ച് വരികയാണെന്നാണ് വിവരം. മുഹമ്മദ് ഫൈസലിന്റെ വധഭീഷണി സംബന്ധിച്ച വിവരശേഖരണവും ഇതിനകം തന്നെ പോലീസ് നടത്തിയിട്ടുണ്ട്.